ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ അത്താണിയാണ് അർജുന്. തെറ്റാണത്. ഒരു ജീവനല്ല എത്രയായാലും, അത് എങ്ങനെയായാലും അവർ അവിടുന്ന് രക്ഷിക്കാനല്ലേ നോക്കേണ്ടത്. മനുഷ്യത്വം ശരിക്കും മരവിച്ചു പോയൊരു കേരളത്തിലാണ് ഈ സംഭവമെങ്കിൽ 24 മണിക്കൂറൊന്നും വേണ്ട. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് ആളെ 2 ദിവസം കൊണ്ട് അത് പൊക്കിയെടുത്തിട്ടുണ്ടാവും. ട്രാജഡി ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മലയാളികള് അല്ലേ ഒറ്റക്കെട്ടായി അവരെ സഹായിക്കേണ്ടത് കേരള ഗവൺമെന്റിനും കർണാടക ഗവൺമെന്റിനും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട്. കർണാടകയില് അർജുൻ എന്ന യുവാവ് മണ്ണിനടിയിൽപ്പെട്ടിട്ട് കർണാടക ഗവൺമെന്റ് അതിനോട് സമീപിച്ച ആ സമീപനത്തെ എങ്ങനെയാണ് ഒരു മലയാളി എന്ന നിലയ്ക്ക് നോക്കിക്കാണുന്നത്? ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റൂല. കർണാടക ഗവൺമെന്റ് എന്താ അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി എത്രയും പെട്ടെന്ന് അർജുൻ എന്ന വ്യക്തിനെ അതിന് രക്ഷപ്പെടുത്താനുള്ള ഒരു സംവിധാനം സർക്കാർ ഉണ്ടാക്കേണ്ടതാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ അത്താണിയാണ് അർജുന്. അവരെ സഹായിക്കേണ്ടത് കേരള ഗവൺമെന്റിനും കർണാടക ഗവൺമെന്റിനും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട്. ആ അർജുൻ എന്ന യുവാവിന് ഇപ്പൊ കേരളത്തിലായിരുന്നു ഇത് സംഭവിച്ചതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? കേരളത്തിലാണെങ്കിൽ 24 hours കൊണ്ടിട്ട് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് എത്രയും പെട്ടെന്ന് എല്ലാ ജനങ്ങളും കൂടിയിട്ട് അതിനുള്ള സംവിധാനം എടുത്തിട്ട് അവനെ രക്ഷപ്പെടുത്തും. എത്രയും പെട്ടെന്ന് അർജുന്റെ ജീവന് രക്ഷ കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കുടുംബത്തിന്റെ നാഥനാണ്. അവരുടെ ഭാര്യ, മക്കൾ, അച്ഛൻ, അമ്മ 6 ദിവസത്തോളമായി എവിടെയാണ് ആ വെഹിക്കിൾ എന്ന് പോലും ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് വലിയ സങ്കടമുള്ളൊരവസ്ഥയാണ്. കേരളത്തിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഏതൊരു ദുരന്തവും അതിജീവിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പം അടുത്ത് കരിപ്പൂരിലുണ്ടായിരുന്ന വിമാനാപകടത്തിൽ വളരെ അത് പ്രൂവ് ചെയ്തതാണ്. നമ്മൾ ഒരുമിച്ച് പോയിട്ട് ചിരട്ട കൊണ്ടെങ്കിലും മണ്ണ് വാരിയിട്ട് അവരെ രക്ഷപ്പെടുത്തുന്നു. വളരെ സഹവർത്തിത്വം എന്ന് പറഞ്ഞാല് എല്ലാവർക്കും പാഠമാകേണ്ട ഒരു സഹവർത്തിത്വം. കേരളത്തിലായാലും എന്തായാലും അന്നോ അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്നോ എന്തായാലും അവനെ രക്ഷിച്ചിരിക്കും. കാരണം മലയാളികളല്ല എന്തായാലും, അവരെന്തായാലും അത് ചെയ്യാതിരിക്കൂലല്ലോ. അതിന് കർണാടക സർക്കാരിന്റെ ഈ ഒരു നിലപാടിനെ എങ്ങനെയാണ് അത് ഞാൻ എന്താ പറയാ, എനിക്കറിയില്ല. എന്തായാലും അവർ ചെയ്യുന്ന തെറ്റല്ലേ, തെറ്റാണത്. ഒരു ജീവനല്ല എത്രയായാലും, അത് എങ്ങനെയായാലും അവർ അവിടുന്ന് രക്ഷിക്കാനല്ലേ നോക്കേണ്ടത്. അല്ലാതെ കടുംപിടുത്തം പിടിച്ചിട്ട് അവിടെ പറ്റില്ല എവിടെ പറ്റില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. എന്തായാലും അത്ര മലയാളികൾ തന്നെ കണ്ടുപിടിക്കണ്ടേ, അതാ നല്ലത്. കാരണം എന്താ വെച്ചാല് സ്നേഹമല്ലേ എല്ലാവരും. ഒരു ജീവനാകുമ്പോ എന്തായാലും അത് രക്ഷിക്കാനല്ലേ എല്ലാവരും നോക്കേണ്ടത്. അല്ലാതെ അത് അതിനുള്ളിൽ കിടന്നോട്ടെ, എടുക്കാൻ പാടില്ല, അങ്ങനെ വഴിയല്ലല്ലോ അവർക്ക് മുഖ്യം. ഒരു ജീവൻ എന്തായാലും രക്ഷിച്ചിട്ടല്ലേ വഴീനെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ. കർണാടക സർക്കാരിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മനുഷ്യത്വം ശരിക്കും മരവിച്ചു പോയൊരു കാരണം നമ്മളെ നാട്ടിൽ അതില്ല. പല ഡിഫറെന്റ് ഐഡിയാസ് ആണെങ്കിലും പല ഇതുണ്ടാവും. പക്ഷെ ഒരു ട്രാജഡി ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മലയാളികള് അല്ലേ ഒറ്റക്കെട്ടായി നിൽക്കും. ഏത് ആശയത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും മനുഷ്യനൊരു പ്രയാസം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ മനുഷ്യത്വപരമായിട്ട് സഹവർത്തിത്വത്തോടു കൂടിയിട്ട് ജീവിക്കാനും അത് നടപ്പിൽ വരുത്തുകയാണ് ഒരു സർക്കാർ എന്ന രീതിയിൽ ചെയ്യേണ്ടത്. അർജുന് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അർജുനു പറ്റിയ ഒരു അപകടം അത് നമുക്ക് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ സ്വന്തം ആൾക്ക് പറ്റിയ അപകടം പോലെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ നിപ്പന്റെ ഒരു കുട്ടീന്റെ എല്ലാ അപകടവും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടേതായി നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. കേരളത്തിലാണ് ഈ സംഭവമെങ്കിൽ 24 മണിക്കൂറൊന്നും വേണ്ട. അപ്പോഴേക്ക് തന്നെ നാട്ടുകാർ തന്നെ എല്ലാം ഇടപെട്ടിട്ട് ഇതൊക്കെ എല്ലാം റെഡിയാക്കി ചെയ്തിട്ടുണ്ടാവും. കർണാടക സർക്കാരിൻ്റെ ഇതിപ്പോൾ എന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല, കുറച്ചൊരു ഇത് തന്നെയാണ്. അപ്പോൾ കേരളത്തിലാണെങ്കിൽ ആ കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് നമ്മളെ ഒരു അഭിപ്രായം. അവർ FIR പോലും ഫയൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിന് വേണ്ട രീതിയിൽ അവര് ഒട്ടും സീരിയസ്നെസ് ആയിട്ട് എടുത്തിട്ടില്ല. ഒരു യുവാവിന്റെ ജീവൻ അവർ അത്രത്തോളം വില കൊടുക്കുന്നുള്ളൂ. മലയാളി എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? മലയാളി എന്ന് വെച്ചാൽ അവൻ രക്ഷപ്പെടണം എന്നാണ് എല്ലാവരും മലയാളിൻ്റെ പ്രാർത്ഥന. അപ്പോൾ രക്ഷപ്പെടും എന്നറിയില്ല, എന്നാലും രക്ഷപ്പെട്ട് വരട്ടെ എന്നാണ് എല്ലാവരുടെയും മലയാളികളുടെ പ്രാർത്ഥന. കർണാടക സർക്കാരിന്റെ സമീപനത്തോട് തീരെ യോജിപ്പില്ല. കേരളത്തിലായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു സംഭവിക്കുക? അല്ല, ഒരു 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ അയാൾ പുറത്തെത്തിയിരിക്കും. എടുത്തും നാട്ടുകാരനെ എല്ലാ പരിപാടിയും കഴിക്കും. നല്ല അഭിപ്രായമാണ്. കാരണം അവർ ഭരണത്തിൽ കയറിയ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങളും വളരെ വളരെ ഹാപ്പിയാണ്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് എപ്പോഴും ടൂറൊക്കെ പോകുമ്പോൾ എല്ലാ കാര്യത്തിനും എല്ലാ സെക്യൂരിറ്റി എല്ലാ കാര്യങ്ങളും ഒക്കെ വളരെ നീറ്റാണ്. അതിൽ കൂടുതലായിട്ട് ഇപ്പോൾ എനിക്ക് ഒന്നും പറയാം. അല്ല, അർജുൻ മണ്ണിനടിയിൽപ്പെട്ട ആ ഒരു കാര്യം അതിനെ
അത് സങ്കടമുള്ള ഒരു കാര്യമാണ്. നമ്മളെ കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ കേരളത്തിന് അത്ര ഒരു ഇത് കർണാടകയിൽ അതിൻ്റെ ഒരു ഇത് കണ്ടിട്ടില്ല. കേരളത്തിലായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക? കേരളത്തിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് ആളെ 2 ദിവസം കൊണ്ട് അത് പൊക്കിയെടുത്തിട്ടുണ്ടാവും. ഇതിപ്പോൾ 5 ദിവസമായിട്ട് 6ാമത്തെ ദിവസമായില്ലേ, ഇതുവരെ ആളൊന്നും കിട്ടിയിട്ടില്ലല്ലോ, ഒരു വിവരം പോലും ഇല്ല. അവിടുത്തെ ഒരു കളക്ടറിൻ്റെ മൊത്തത്തിലൊരു മോശമാണെന്ന് നമുക്ക് തോന്നുന്നു.